ദ ജേർണലിസ്റ്റിലേക്ക് അങ്ങനെ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ ഒരു UDF സർക്കാർ അധികാരത്തിലേറാൻ പോവുകയാണ്. മൂന്നാം തുടർഭരണം സ്വപ്നം കണ്ടിരുന്ന LDFിന്റെ കടക്കൽ വെട്ടിക്കൊണ്ട് തന്നെയാണ് UDF 102 സീറ്റുകളിൽ ആധികാരികമായ മിന്നുന്ന ജയം കരസ്ഥമാക്കിയത്. കോടികൾ വാരിയെറിഞ്ഞിട്ടും ചാനലുകളെ വിലക്കെടുത്തിട്ടും വീഡിയോ പ്രചാരണങ്ങൾ തിയേറ്ററുകളിലും പൊതുവിടങ്ങളിലുമൊക്കെ ഊർജിതമാക്കിയിട്ടും പിണറായിയുടെ തല മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് വിപ്ലവം കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിലും നഗരാന്തരങ്ങളിലും നിരന്തരമായി സൃഷ്ടിച്ചിട്ടും എന്തുകൊണ്ട് ജനങ്ങൾ LDFിനെ ചവിട്ടിക്കൂട്ടി മൂലയ്ക്കൊതുക്കി? മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ധർമ്മടത്ത് 6 റൗണ്ട് വോട്ടെണ്ണിയപ്പോൾ കിതയ്ക്കുന്ന കാഴ്ച എങ്ങനെയാണ് കാണാൻ സാധിച്ചത്? കോടികൾ ഒഴുക്കിയിട്ടും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ വിജയം ഉറപ്പിക്കാൻ എന്തുകൊണ്ട് BJPക്ക് കഴിഞ്ഞില്ല? അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്നതിന് പിന്നാലെ കേരളം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള വ്യക്തമായ ഉത്തരമാണ് എൻ്റെ ഈ വീഡിയോ. UDFിൻ്റെ സമഗ്രാധിപത്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്, അല്ലെങ്കിൽ ഫലം വന്നപ്പോൾ 100-ലധികം സീറ്റുകൾ UDF കരസ്ഥമാക്കിയത് അവരുടെ കെട്ടുറപ്പ് കൊണ്ടും AICCയുടെ നേതൃത്വത്തിൽ നടത്തിയ ചിട്ടയായ പ്രവർത്തനങ്ങൾ കൊണ്ടുമാണ്. ഇതൊരു പക്ഷെ നമ്മൾ ചാനലുകളിലോ പത്രങ്ങളിലോ ഓൺലൈൻ മാധ്യമങ്ങളിലോ കാണില്ല. കാരണം ഒരു നിശബ്ദ വിപ്ലവമായിരുന്നു, രഹസ്യ സ്വഭാവത്തിലുള്ള നീക്കങ്ങളായിരുന്നു. കാരണം ഈ തന്ത്രങ്ങൾ നേരത്തെ പുറത്തറിഞ്ഞിരുന്നുവെങ്കിൽ എതിരാളികൾ അത് തകർക്കാനുള്ള സാധ്യതകളേറെയായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ചിട്ടയായ രീതിയിൽ ഏതാണ്ട് 2 വർഷക്കാലത്തോളം നീണ്ടുനിന്ന പ്രവർത്തനങ്ങൾ ഐക്യത്തോടെ ഒറ്റക്കെട്ടായി കേരളത്തിൽ AICC നടത്തിയിരുന്നു. അതായത് കേവലം ഏതെങ്കിലും വ്യക്തികളുടെ പ്രഭാവം കൊണ്ടോ അവരുടെ കഴിവ് കൊണ്ടോ അല്ല ഈ തെരഞ്ഞെടുപ്പിൽ UDF ഇത്രയും വലിയ വിജയം സ്വന്തമാക്കിയത്. ടീം UDF എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ടീം UDFിനെ കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് കൊണ്ടുപോയി 100-ലധികം സീറ്റുകളിൽ വിജയിപ്പിച്ചെടുക്കാൻ പാടുപെട്ടവർ ഒരുപാടുണ്ട്. അവരെക്കുറിച്ച് ജനങ്ങൾ വ്യക്തമായി അറിയേണ്ടതുണ്ട്. ആ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെക്കുറിച്ച് AICCയുടെ ഇടപെടലുകളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുമുണ്ട്. ആദ്യമേ തന്നെ പറയട്ടെ, സാധാരണ ജനങ്ങൾക്ക് ആശ്വാസകരമാകുന്ന വിധത്തിലുള്ള ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതികൾ, അല്ലെങ്കിൽ UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയടക്കമുള്ള നിരവധിയായ ജനോപകാരപ്രദമായ പദ്ധതികൾ, ആ ജനോപകാരപ്രദമായ ഗ്യാരണ്ടികൾ കേരളത്തിന് വേണ്ടി തയ്യാറാക്കി ഈ തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കുന്നത് AICCയുടെ കൃത്യമായ നിർദ്ദേശപ്രകാരം തന്നെയായിരുന്നു. ഇത് ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കേരളത്തിൽ 86 പൊതുപരിപാടികളിലാണ് സജീവമായി പങ്കെടുത്തത്. ഈ പൊതുപരിപാടികളിൽ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പ്രചാരണ യോഗങ്ങളിലൊക്കെ ഇന്ദിരാ ഗ്യാരണ്ടി എന്താണെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ സമാനമായി കോൺഗ്രസ് നടപ്പാക്കിയിട്ടുള്ള സൗജന്യ പദ്ധതികൾ എന്തൊക്കെയാണെന്നും അതുകൊണ്ട് ആ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്തൊക്കെ ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുമൊക്കെ കൃത്യമായി KC വേണുഗോപാലും സംഘവും ജനങ്ങളെ ബോധ്യപ്പെടുത്തി. എന്ന് മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അടക്കം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ കോൺഗ്രസ് ഘടകകക്ഷികളായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിനും UDFിനും വോട്ട് ചെയ്യേണ്ടതിൻ്റെ രാഷ്ട്രീയപരമായ ഉത്തരവാദിത്വം ജനങ്ങൾക്ക് എത്രത്തോളം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താനും ഒക്കെയായി നിരവധിയായ ദേശീയ നേതാക്കളെ AICC കേരളത്തിൽ അവതരിപ്പിച്ചിരുന്നു. അതായത് നമ്മൾ ഇൻസ്റ്റാഗ്രാം റീലുകളിലൂടെയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് കഥകളിലൂടെയോ കാണുന്ന രാഷ്ട്രീയ പരിതസ്ഥിതി ആയിരുന്നില്ല യഥാർത്ഥത്തിൽ കേരളത്തിൽ കോൺഗ്രസും UDFും നടപ്പാക്കിയത്. ഒരു വലിയ പ്രയത്നം, കൂട്ടായ ഒരു വലിയ പ്രയത്നം കേരളത്തിൽ AICCയുടെ നേതൃത്വത്തിൽ 2 വർഷക്കാലത്തോളം ഉണ്ടായിരുന്നു. ന്യൂനപക്ഷ വോട്ടുകളടക്കം ഏറ്റവും അധികം കോൺഗ്രസിലേക്ക് UDFിലേക്ക് കേന്ദ്രീകരിക്കുന്നതിന് കാരണമായ CPM BJP ഡീൽ എന്നത് കണ്ടെത്തി ജനങ്ങളിലേക്ക് എത്തിച്ചത് AICCയുടെ നിർണായകമായ ഒരു ഇടപെടലായി വേണം വിലയിരുത്താൻ. ന്യൂനപക്ഷ വോട്ടുകളുടെ കൃത്യമായ ഏകീകരണം UDFിലേക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇത്തവണ വന്നത്. മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് 85,000-ലധികം വോട്ടിൻ്റെ റെക്കോർഡ്, കേരളത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് ഭൂരിപക്ഷം നേടിയത് PK കുഞ്ഞാലിക്കുട്ടിയാണ്. അതിനൊക്കെ കാരണമായത് ഈ CPMൻ്റെ ഇരട്ട മുഖം BJPയുമായുള്ള ഡീൽ ഒരു വശത്ത് ഉറപ്പിക്കുകയും മറുവശത്ത് ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമാണെന്ന് പറയുകയും ചെയ്യുന്ന ആ ഇരട്ട മുഖം പൊളിച്ചടുക്കിയ KC വേണുഗോപാലിന്റെ ഇടപെടൽ തന്നെയായിരുന്നു.
അത് ന്യൂനപക്ഷ വോട്ടുകൾ കാര്യമായി തന്നെ UDF-ലേക്ക് എത്താൻ കാരണമായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് അവലോകനം നടക്കുമ്പോൾ ഈ രാഷ്ട്രീയ നീക്കമാണ് ഏറ്റവും അധികം UDF-ന് ഗുണകരമായത് എന്ന് UDF വിലയിരുത്തുകയും ചെയ്യുമെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. അതോടൊപ്പം ഹൈന്ദവ വോട്ടിനെ സ്വാധീനിക്കുന്ന വിധത്തിൽ ശബരിമല വിഷയം ആളിക്കത്തിക്കാൻ UDF നടത്തിയ ശ്രമങ്ങൾ, അതുപോലെ AICCയുടെ സ്ഥാനാർത്ഥി നിർണയം, നമുക്കറിയാം കോൺഗ്രസിൽ UDF-ൽ ഒക്കെ സ്ഥാനാർത്ഥി നിർണയ സമയമാകുമ്പോൾ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത്തവണ ഒരുപാട് പേർ ഒഴിവാക്കപ്പെട്ടു, തഴയപ്പെട്ടു, ചില ആളുകളുടെ ഗ്രൂപ്പിൻ്റെ ഭാഗമായി പലരെയും സ്ഥാനാർത്ഥികളായി കുത്തിക്കയറ്റി എന്നൊക്കെ പറഞ്ഞ് CPM വിലക്കെടുത്ത മാധ്യമങ്ങൾ കോൺഗ്രസിനെതിരെ UDF-നെതിരെയൊക്കെ വലിയ ക്യാമ്പയിനുകൾ നടത്തി. ഇവർ തമ്മിലടിയാണ്, ഇവർ അധികാരത്തിലെത്തിയാൽ തമ്മിലടിയായിരിക്കും, അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് വോട്ട് ചെയ്യരുതെന്നൊക്കെ പല ചാനൽ പുങ്കവന്മാരും ഇവിടെ പച്ചയ്ക്ക് ചർച്ച നടത്തി. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ചില നേതാക്കളുടെ പിടിവാശിയിന്മേൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം, UDF എന്ന മുന്നണി ജനങ്ങൾക്ക് മുന്നിൽ വലിച്ചു കീറപ്പെടുമ്പോൾ നിരാശരായ സ്ഥാനാർത്ഥികളാകാൻ യോഗ്യതയുള്ള പലരെയും നേരിൽ കണ്ട് ആശ്വസിപ്പിച്ചത്, അവരെ കൂടെ നിർത്തിയത് AICCയുടെ നിർണായകമായ ഇടപെടലിൻ്റെ ഭാഗമായിരുന്നു. നമുക്കറിയാം, നമ്മൾ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടാകും. KC വേണുഗോപാലിൻ്റെയൊക്കെ നേതൃത്വത്തിൽ AICC ഇത്തരത്തിൽ നിരവധി ആളുകളെ, ഇടഞ്ഞു നിന്നിരുന്ന ആളുകളെ അനുനയിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ നിർണായകമായ പല മണ്ഡലങ്ങളിലും AICCയുടെ കൃത്യമായ ഇടപെടലോടുകൂടിയാണ് സ്ഥാനാർത്ഥികളെ നിർണയിച്ചത്. അത് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ കേരളത്തിലൊരു വലിയ നിരീക്ഷണ സംവിധാനം AICC നടപ്പാക്കിയിരുന്നു. നിങ്ങൾ എത്ര പേര് അറിഞ്ഞിട്ടുണ്ടാവും? അത്രയും വിപുലമായ നിരീക്ഷണ സംവിധാനങ്ങൾ, അവലോകന സംവിധാനങ്ങളൊക്കെ UDF-ന് വേണ്ടി AICC നടത്തിയിട്ടുണ്ട്. താഴെത്തട്ടിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ 59 നിയമസഭാ നിരീക്ഷകർക്ക് പുറമെ ദേശീയ നേതാക്കളെ ഉൾപ്പെടുത്തി ശക്തമായൊരു നിരീക്ഷണ സംവിധാനം KC വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടപ്പാക്കിയിരുന്നു. അവർ 20 ദിവസം സംസ്ഥാനത്ത് തങ്ങി മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ ഏകോപിപ്പിക്കുകയും അതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ മാറ്റുകയും ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സച്ചിൻ പൈലറ്റ്, KJ ജോർജ്, ഇമ്രാൻ പ്രതാപ് ഗർഹി, കനയ്യകുമാർ എന്നിങ്ങനെ 4 മുതിർന്ന AICC നേതാക്കൾ കേരളത്തിൽ തമ്പടിച്ച് പ്രവർത്തിച്ചിരുന്നു. നിലവിലെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ UDF-ന് കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ ഭൂരിപക്ഷം പല മണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചത്. അതായത് പിണറായി വിജയൻ്റെ ഭരണത്തോടുള്ള കേവലം എതിർപ്പ് മാത്രമല്ല, UDF വരേണ്ടതുണ്ട്, കോൺഗ്രസ് മുന്നേറേണ്ടതുണ്ട് എന്ന രാഷ്ട്രീയ ബോധ്യം ഉള്ളിൽ തട്ടിയിട്ട് തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങൾ കോൺഗ്രസിനും UDF-നും വോട്ട് ചെയ്തത്. അതിൻ്റെ കാരണം AICCയുടെ ഇത്രയും വിപുലമായ ക്യാമ്പയിനുകളാണ്. ജനങ്ങളുടെ ഹൃദയത്തിൽ തട്ടുന്ന നിരവധി ക്യാമ്പയിനുകൾ ദേശീയ രാഷ്ട്രീയവുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് പോലും ഇവിടെ നടന്നിട്ടുണ്ട്. ഇതൊന്നും പല മാധ്യമങ്ങളും നിങ്ങളോട് പറയാൻ സാധ്യതയില്ല. കാരണം അവർക്കൊക്കെ വേണ്ടത് കോൺഗ്രസിലെ തമ്മിലടിയാണ്, UDF-ലെ തമ്മിലടിയാണ്, അവരുടെ ചോരയാണ്. കാരണം CPM-ൻ്റെയും സർക്കാരിൻ്റെയും LDF സർക്കാരിൻ്റെയും PR പണം അവിടേക്ക് എത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ പലപ്പോഴായിട്ട് പല രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇനി കർണാടക, തെലങ്കാന മുഖ്യമന്ത്രിമാരായ സിദ്ധരാമയ്യ, രേവന്ത് റെഡ്ഡി എന്നിവരൊക്കെ കേരളത്തിൽ പ്രചാരണത്തിൽ സജീവമായി ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി അവിടങ്ങളിൽ 5 ഗ്യാരണ്ടികൾ വിശദമായി വിജയകരമായി നടപ്പാക്കിയത് എങ്ങനെയാണെന്ന് ഇവരൊക്കെ ഇവിടുത്തെ ജനങ്ങളോട് പറഞ്ഞു. അത് ജനങ്ങൾക്കിടയിൽ വലിയ വിശ്വാസ്യതയുണ്ടാക്കി. UDF-ൻ്റെ ഗ്യാരണ്ടി പദ്ധതികൾ പ്രഖ്യാപിച്ച സമയത്ത് ഇവിടെ CPM-ഉം BJP-യും ഒക്കെ പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള പരിപാടിയൊന്നും നടക്കില്ല എന്നായിരുന്നു. പക്ഷേ ഇത് നടപ്പാക്കിയ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഇവിടെ വന്ന് കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞതോടെ ജനങ്ങൾക്കത് വലിയ തോതിൽ വിശ്വാസമുള്ളതായി മാറി. അങ്ങനെ സാധാരണക്കാർ ഒറ്റക്കെട്ടായി UDF-ന് കോൺഗ്രസിന് ഒപ്പം നിൽക്കാൻ തന്നെ തീരുമാനിച്ചു. അതാണ് ഈ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാരണം. ഇനി താരപ്രചാരകരുടെ നിര നോക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിൽ വലിയ ജനപങ്കാളിത്തം ഉറപ്പാക്കുന്ന ഏതാണ്ട് 50ഓളം പ്രധാനപ്പെട്ട ദേശീയ നേതാക്കളെ അണിനിരത്തിയുള്ള വമ്പൻ ക്യാമ്പയിനുകൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അതുപോലെ ദീപ്തി മേരി വർഗീസ്, ഷമ മുഹമ്മദ്, ജോസഫ് വാഴയ്ക്കൻ, അലോഷ്യസ് സേവ്യർ തുടങ്ങിയ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ട എന്നാൽ സ്ഥാനാർത്ഥികളാകുമെന്ന് കരുതപ്പെട്ട മാധ്യമങ്ങളൊക്കെ ഇവരിപ്പോൾ കോൺഗ്രസിൽ കലാപക്കൊടി ഉയർത്തുമെന്ന് കരുതിയവരെയൊക്കെ അനുനയിപ്പിച്ച് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിലെ സ്റ്റാർ ക്യാമ്പയിനർമാരായി മുന്നിൽ നിർത്താൻ KC വേണുഗോപാലിനും AICCക്കും സാധിച്ചു. അതുകൊണ്ട് തന്നെ കോൺഗ്രസിലൊരു കൂട്ടയടിയിപ്പോൾ ഉണ്ടാകും. UDF പിളരും, കോൺഗ്രസ് പിളരും, തകരും, വിമതർ മത്സരിക്കും, റിബലുകൾ വരും എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയ മാധ്യമ അജണ്ടകളൊക്കെ ഗംഭീരമായി പൊളിച്ചെടുക്കാൻ ഇവർക്ക് സാധിച്ചു. ഇനി CPM-ലെ അതൃപ്തരെ UDF-ൽ എത്തിച്ചതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്വിസ്റ്റ്. CPM-ലെ വിമതരെ ഏകോപിപ്പിച്ചുകൊണ്ട് വലിയ നേട്ടം ഈ തെരഞ്ഞെടുപ്പിൽ UDF-നുണ്ടായിട്ടുണ്ട്, കോൺഗ്രസിനുണ്ടായിട്ടുണ്ട്. നോക്കുക, G സുധാകരൻ, ഐഷ പോറ്റി, TK ഗോവിന്ദൻ,
കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂർ തുടങ്ങിയവരെയൊക്കെ UDF-ൽ എത്തിച്ച് അതുവഴി ജനവികാരം കോൺഗ്രസിനൊപ്പം നിർത്തി അവിടുത്തെ പാർട്ടി വോട്ടുകൾ പോലും UDF-നൊപ്പം കൊണ്ടുവരാൻ ഈ നീക്കത്തിലൂടെ AICC-ക്ക് സാധിച്ചു, KC വേണുഗോപാലിന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ്. ഇവരെ വിമതരായി ഇവർ വരുന്നു, ഇവരെ സ്ഥാനാർത്ഥികളാക്കേണ്ട എന്നായിരുന്നു പാർട്ടിയുടെ തീരുമാനമെങ്കിൽ അവിടെ പൊളിഞ്ഞു പോയേനെ. പക്ഷേ ഇവിടെ അവരെ സ്ഥാനാർത്ഥികളാക്കി നിർത്തി അവരെ പിന്തുണച്ച് ജയിപ്പിച്ചു കൊണ്ടുവന്ന് CPM-ന് മുഖമടച്ചു കൊടുക്കാൻ ഇതിലൂടെ സാധിച്ചു UDF-ന് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം UDF-ന്റെ സഖ്യ ഏകോപനം അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഘടകകക്ഷികളുടെ ഏകോപനമാണ്. RSP ആയിക്കൊള്ളട്ടെ, മുസ്ലിം ലീഗ് ആയിക്കൊള്ളട്ടെ, കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗമായിക്കൊള്ളട്ടെ, എല്ലാവരെയും അവരെയൊന്നും വിഷമിപ്പിക്കാത്ത രീതിയിൽ സീറ്റ് വിഭജനം നടത്തി അവരെ ഏകോപനത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോയി ഒരു തർക്കവുമില്ലാതെ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചു. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസും ജേക്കബ് വിഭാഗത്തിനൊക്കെ വലിയ മുന്നേറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. റോഷി അഗസ്റ്റിനും ജോസ് കെ മാണിയും ഒക്കെ ഓടിയ വഴിക്ക് പുല്ല് പോലും മുളയ്ക്കാത്ത സാഹചര്യം. ഇത്രയും വലിയ തിരിച്ചടി കൊടുക്കാൻ അല്ലെങ്കിൽ ഇത്രയും കനത്ത ഭാഷയിൽ പ്രതികാരം ചെയ്യാനുള്ള നീക്കങ്ങൾ അത് വിജയകരമായി ഘടകകക്ഷികൾക്കൊപ്പം ഉറച്ചു നിന്ന് അവരെ കരുത്തുറ്റവരാക്കി മാറ്റാൻ ഇവിടെ AICC-ക്ക് സാധിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഏറ്റവും ഒടുവിൽ മതസാമുദായിക സംഘടനകളെയൊക്കെ കൂടെ നിർത്താൻ സ്ഥാനാർത്ഥി നിർണയത്തിലും തെരഞ്ഞെടുപ്പ് അജണ്ടകളിലുമൊക്കെ എല്ലാ സമുദായങ്ങളെയും കൂടെ നിർത്തിയിട്ടുള്ള കൃത്യമായൊരു സമവാക്യം. മറുവശത്ത് വെള്ളാപ്പള്ളി നടേശനെ ഒക്കത്ത് വെച്ച് മുസ്ലിങ്ങളെയും മലപ്പുറത്തെയും ഒക്കെ വർഗീയ അധിക്ഷേപത്തിന് ഇരയാക്കിയിട്ട് പിണറായി വിജയൻ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ, BJP-യുടെ B ടീം എന്ന കണക്ക് മുന്നോട്ട് പോകുമ്പോൾ സകല സാമുദായിക സംഘടനകളെയും കൂടെ നിർത്തി അവരുടെ അഭിപ്രായങ്ങൾക്കും അവരുടെ താല്പര്യങ്ങൾക്കും അവരുടെ വികാരങ്ങൾക്കും ഒക്കെ വില കൊടുത്തുകൊണ്ടുള്ള കൃത്യമായ പൊളിറ്റിക്കൽ അജണ്ടയാണ്, തെരഞ്ഞെടുപ്പ് അജണ്ടയാണ് AICC നടപ്പാക്കിയത്. ഇതെല്ലാം കൂടി ചേർന്നതാണ് ഇപ്പോൾ ലഭിച്ച ഈ മിന്നുന്ന വമ്പൻ വിജയം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കേവലം വ്യക്തിപ്രഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെ മാത്രം കഴിവിൻ്റെ അടിസ്ഥാനത്തിലോ ഇങ്ങനെയൊരു വിജയം കേരളത്തിൽ 10 വർഷമായി അധികാരത്തിൽ ഇല്ലാതിരുന്ന UDF-ന് ലഭിക്കില്ല എന്നുള്ള കാര്യം ആദ്യമേ പറയട്ടെ. കേവലം ഇതൊരു പിണറായി വിരുദ്ധ വികാരത്തിൻ്റെ റിസൾട്ടല്ല, കേവലം ഇത് ഏതെങ്കിലും വ്യക്തികളുടെ വ്യക്തിപ്രഭാവത്തിന് ജനങ്ങൾ വോട്ട് ചെയ്തതല്ല, മറിച്ച് UDF അധികാരത്തിൽ വരേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്നും കോൺഗ്രസ് ഈ രാജ്യത്ത് നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്നും ഈ നാട്ടിൽ സാധാരണക്കാർക്ക് ഗുണകരമാകുന്ന വിധത്തിൽ അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന വിധത്തിൽ ഇവിടെ ഒരു UDF മന്ത്രിസഭ വരണം എന്നുള്ളത് അതെന്തിനു വേണ്ടിയാണെന്നും സാധാരണക്കാരായ വോട്ടർമാർക്ക് അടക്കം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വർഷങ്ങളോളം നീണ്ട പരിശ്രമങ്ങൾ AICC നടത്തിയതിൻ്റെ കൂടി ഫലത്തിലാണ് ഇവിടെ ഇപ്പോൾ UDF-ന് മിന്നുന്ന വിജയമുണ്ടായിരിക്കുന്നത്. ഇതുകൂടി നിങ്ങൾ ജനങ്ങൾ അറിയണം, ഓർത്തു വെക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്.